महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे. കുന്തിയും പാണ്ഡവരും പാഞ്ചാല രാജ്യത്തേക്കുള്ള യാത്രാമധ്യേ ഒരുപാട് ബ്രാഹ്മണർ പോകുന്നത് കണ്ടിട്ട് അവരോട് കുശലാന്വേഷണം ചെയ്തു. അപ്പോൾ അവരൊക്കെ പാണ്ഡവരോട് നിങ്ങൾ ആരാണ് എന്നൊക്കെ അന്വേഷിച്ചു. ഞങ്ങൾ ഏകചക്രയിൽ നിന്ന് വരുന്നു എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ബ്രാഹ്മണർ പറഞ്ഞു, ഞങ്ങളൊക്കെ പാഞ്ചാല രാജ്യത്തേക്ക് പോവുകയാണ്, അവിടെ വിവാഹ മഹോത്സവം നടക്കുന്നു. അതായത് ഇത് വെറുമൊരു സ്വയംവരമല്ല, ഒരു മഹോത്സവം തന്നെയാണ് ആ രാജ്യത്തെമ്പാടും കൊണ്ടാടുന്നത്. അപ്പോൾ പല നാടുകളിൽ നിന്നുള്ള നൃത്തഗായകന്മാർ, അതുപോലെ വിദ്വാൻമാർ, മല്ലയുദ്ധം ചെയ്യുന്നവർ, ഇങ്ങനെ ഒരു ആഘോഷമാണ് അവിടെ നടക്കുന്നത്. അതുമാത്രമല്ല, ഈ ബ്രാഹ്മണർക്ക് ഇത്ര സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇന്നൊക്കെ നമ്മൾ ഭഗവാന് വഴിപാട് കഴിച്ചിട്ടാണ് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അന്നൊക്കെ ഇങ്ങനെയുള്ള ബ്രാഹ്മണരെ പൂജിച്ച് അവരെ സന്തോഷിപ്പിച്ചാൽ കാര്യം നടക്കുമെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന രാജാക്കന്മാർ ഈ ബ്രാഹ്മണർക്ക് ദാനധർമാദികൾ, ഒരുപാട് ധനങ്ങളൊക്കെ കൊടുത്തിട്ട് അവരുടെ അനുഗ്രഹം മേടിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഒരേ ഒരു ലക്ഷ്യം കൃഷ്ണയെ സ്വന്തമാക്കുക എന്നതാണ്. അങ്ങനെ ഈ ബ്രാഹ്മണരുടെയും കൂടെ അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞങ്ങളും നിങ്ങളുടെ കൂട്ടക്കാരാണ് എന്ന ഭാവത്തിൽ ഈ പാണ്ഡവരും നടന്നു. ഈ ബ്രാഹ്മണരാകട്ടെ ഇവർ ആരെന്ന് അറിയാതെ അവരോട് പറഞ്ഞു, ഒരുപക്ഷെ സുന്ദരന്മാരായ നിങ്ങളിൽ ആർക്കെങ്കിലും കൃഷ്ണയെ വരിക്കാൻ സാധിച്ചെന്നും വരാം. എന്നിട്ട് പ്രത്യേകം അർജുനനെ ചൂണ്ടിക്കാണിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്, ഒരുപക്ഷെ ഇവനെങ്ങാൻ കൃഷ്ണയെ വരിക്കാൻ സാധിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ പാഞ്ചാല രാജ്യത്ത്, തെക്കൻ പാഞ്ചാല രാജ്യത്ത് എത്തി. അവിടുത്തെ ആ സ്ഥലങ്ങളും ഒക്കെ കണ്ടിട്ട് അവർ ഒരു കുലാലന്റെ ഗൃഹത്തിലേക്ക് പോയി. കുലാലൻ എന്നാൽ മൺകുടമൊക്കെ ഉണ്ടാക്കുന്ന കുശവ വംശത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ആ കുലാലന്റെ ഗൃഹത്തിൽ പോയി ഭിക്ഷ സ്വീകരിച്ചിട്ട് അവരവിടെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ പിറ്റേന്ന് അമ്മയെ വീട്ടിലാക്കിയിട്ടാണ് ഈ പാണ്ഡവർ മാത്രമായിട്ട് ഈ സ്വയംവര മഹോത്സവത്തിന് പങ്കെടുക്കുന്നത്. അവിടെയും അവർ വേദവ്യാസ മഹർഷിയെ കണ്ടുമുട്ടുകയാണ്. നമുക്ക് കാണാം, മഹാഭാരതത്തിൽ പലയിടത്തും പാണ്ഡവന്മാർക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ അവരുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ, വിശേഷമായ സാഹചര്യത്തിലൊക്കെ വേദവ്യാസ മഹർഷിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ വ്യാസഭഗവാന്റെ ഒരു അനുഗ്രഹം അവർക്ക് കിട്ടി എന്ന് തന്നെ പറയാം. അതേസമയം ദ്രുപദന് തന്നെ പിടിച്ചുകെട്ടി കൊണ്ടുവരാനും തൻ്റെ രാജ്യം അധീനപ്പെടുത്താനും ആഗ്രഹിച്ച ദ്രോണരോട് ശത്രുതയുണ്ടായിരുന്നുവെങ്കിലും തന്നെ പിടിച്ചുകെട്ടിയ അർജുനനോട് മനസ്സിൽ ഒരു ആരാധനയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ കൃഷ്ണ ഉണ്ടായപ്പോൾ അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നായിരുന്നു ദ്രുപദന്റെ ആഗ്രഹം. എന്നാൽ ആയിടക്കാണ് ഇങ്ങനെ വാരണാവതത്തിൽ വെച്ച് പാണ്ഡവരും കുന്തിയും ഒക്കെ തീയിൽപ്പെട്ടു, വെന്തെരിഞ്ഞു എന്നൊക്കെ ദ്രുപദനും കേൾക്കുന്നത്. എങ്കിലും എന്തുകൊണ്ടോ ദ്രുപദന് ഈ ഒരു കാര്യം വിശ്വസിക്കാൻ തോന്നിയില്ല. പലർക്കും അങ്ങനെ ആയിരുന്നു. കൗരവരൊക്കെ വിശ്വസിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അവരാണ് അങ്ങനെ ഒരു പദ്ധതി ഒരുക്കിയത്. എന്നാൽ മറ്റു പലർക്കും അതത്ര വിശ്വസനീയമായി തോന്നിയിരുന്നില്ല. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു ദ്രുപദനും. അങ്ങനെ ദ്രുപദൻ തൻ്റെതായ രീതിയിൽ എവിടെയെങ്കിലും ഈ പാണ്ഡവർ ജീവിച്ചിരിപ്പുണ്ടോ, അർജുനൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. എന്നാൽ എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വഴി
എങ്ങാനും അർജുനൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ സ്വയംവരത്തെക്കുറിച്ച് അറിഞ്ഞെങ്കിലും വന്നാലോ, അങ്ങനെ വന്നാൽ അർജുനനെ കൊണ്ട് മാത്രം, അതായത് അർജുനനെ പോലെ ഒരു വില്ലാളി വീരന് മാത്രം എടുത്തു കുലയ്ക്കാൻ പറ്റുന്ന അത്രയും സുദൃഢമായ ഒരു വില്ല് തീർപ്പിക്കണം, പണി കഴിപ്പിക്കണം. ഇങ്ങനെയൊരു ചിന്തയോടുകൂടി ദ്രുപദൻ സുദൃഢമായ ഒരു വില്ല് പണി കഴിപ്പിച്ചു. ഒപ്പം തന്നെ ആ വില്ലെടുത്ത് കുലയ്ക്കണമെങ്കിൽ പോലും അത്രയും ശക്തനായ അല്ലെങ്കിൽ ആ ഒരു കഴിവുള്ള ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ദൂരെയായിട്ട് ഒരു യന്ത്രം പണിയിപ്പിച്ചു. ഇങ്ങനെ ലക്ഷ്യം എയ്ത് ഭേദിക്കുന്നവന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കും എന്നൊരു കൽപ്പനയാണ് ദ്രുപദൻ വിളംബരം ചെയ്തത്. ഈ കൽപ്പന കേട്ടിട്ടാണ് നാനാദേശത്തിൽ നിന്നുള്ള രാജാക്കന്മാർ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. ഈ കൂട്ടത്തിൽ ദുര്യോധനനെ മുൻനിർത്തിക്കൊണ്ട് കർണനും കൗരവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശകുനി വന്നിട്ടുണ്ട്. എല്ലാവരും എന്തിന്, നമ്മൾ ആദ്യമായിട്ട് മഹാഭാരതത്തിൽ ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും കാണാൻ പോകുന്നതും ഈ കൃഷ്ണയുടെ സ്വയംവര പന്തലിൽ വെച്ചിട്ടാണ്. ഇങ്ങനെ ഈ വിവാഹ മഹോത്സവം തുടങ്ങി 16-ാം നാളാണ് സ്വയംവരം. ആ സ്വയംവരത്തിനായിട്ട് എല്ലാവരും ഒരുങ്ങി നിന്നു. വാദ്യഘോഷങ്ങൾ മുഴങ്ങി. ആ സമയത്ത് സുന്ദരഗാത്രിയായ ദ്രൗപദി മംഗളസ്നാനം ചെയ്ത് ആ സ്വയംവരത്തിനായിട്ട് തയ്യാറെടുത്ത് വരണമാല്യവുമായിട്ട് ആ മണ്ഡപത്തിലേക്ക് വന്നു. ആ മണ്ഡപത്തിലേക്ക് തൻ്റെ സഹോദരിയെ ആനയിച്ചത് ധൃഷ്ടദ്യുമ്നനായിരുന്നു. ധൃഷ്ടദ്യുമ്നൻ പാഞ്ചാലിയുടെ കൈയും പിടിച്ച് ആ മണ്ഡപത്തിൽ വന്നപ്പോൾ വാദ്യഘോഷമെല്ലാം നിലച്ചു. അങ്ങനെ അവിടെ കൂടിയ എല്ലാവരോടുമായിട്ട് ധൃഷ്ടദ്യുമ്നൻ ഇങ്ങനെ വിളംബരം ചെയ്തു: ഇത് എൻ്റെ സഹോദരി കൃഷ്ണ, ഇവളുടെ സ്വയംവരമാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ രാജാക്കന്മാർക്കും സ്വാഗതം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ സുദൃഢമായ ഒരു വില്ല് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ആ വില്ലെടുത്ത് കുലച്ച് ആ കാണുന്ന യന്ത്രത്തെ സ്പർശിക്കാതെ ഒരേ സമയം 5 അമ്പുകളെയ്ത് ആ ലക്ഷ്യത്തെ ഭേദിക്കണം. അങ്ങനെ ഭേദിക്കുന്നവർക്ക് എൻ്റെ സഹോദരി സ്വന്തമായി തീരുന്നതാണ്. അത് കഴിഞ്ഞ് അവിടെയുള്ള രാജാക്കന്മാരെയൊക്കെ ധൃഷ്ടദ്യുമ്നൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ കൃഷ്ണയെ നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു വന്നവരാണ് എന്ന രീതിയിൽ പരിചയപ്പെടുത്തുമ്പോഴാണ് അവിടെ ദുര്യോധനാദികളെ പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചൊരു മുഖവുരയും ഇല്ലാതെ ഭഗവാനെയും ബലരാമനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ധൃഷ്ടദ്യുമ്നന്റെ കണ്ണിൽ ഭഗവാൻ അടക്കമുള്ളവർ കൃഷ്ണയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു വന്നവരാണ് എന്നാണ് കരുതിയത്. എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവാൻ അവിടെ ഒരു കാഴ്ചക്കാരനായി വന്നതാണ് എന്ന് പിന്നീട് പറയുന്നുണ്ട്. അതേസമയം രാജാക്കന്മാരുടെ ഒരു കൂട്ടം ഒരു വശത്ത്, മറ്റൊരു വശത്ത് ബ്രാഹ്മണന്മാരാണ് ഇരുന്നിരുന്നത്. ഈ കൂട്ടക്കാർക്കിടയിലാണ്, ബ്രാഹ്മണരുടെ കൂട്ടത്തിലേക്കാണ് പാണ്ഡവരൊക്കെ വന്ന് ഇരുന്നത്. സ്വാഭാവികമായും നമുക്ക് സംശയം തോന്നും, മറ്റുള്ളവരൊക്കെ ഒരു പക്ഷേ പാണ്ഡവരെ കണ്ടിട്ടില്ല എന്ന് വെക്കാം. പക്ഷേ കൗരവർക്ക് ഇവരെ മനസ്സിലാകാതെ വരുമോ? പക്ഷെ എന്തുകൊണ്ടോ മുഖാമുഖം വന്നിട്ട് പോലും കൗരവർക്ക് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വേഷപ്രച്ഛന്നരായിട്ടായിരിക്കണം ഈ പാണ്ഡവർ നടക്കുന്നത്. എന്നാൽ ഇവിടെ ഈ രാജാക്കന്മാരുടെ കൂട്ടത്തിലിരുന്ന് ഭഗവാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അങ്ങനെ കണ്ണോടിച്ചപ്പോൾ ഭഗവാൻ വ്യക്തമായിട്ട് പാണ്ഡവരെ കണ്ടു. അവിടെ പാണ്ഡവരെ ഭഗവാൻ കാണുന്ന രംഗത്തെ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭസ്മം മൂടുന്ന തീക്കനൽ പോലെ ബ്രാഹ്മണരെന്ന വ്യാജേന ആ കൂട്ടത്തിലിരിക്കുന്ന പാണ്ഡവരെ ഭഗവാൻ വ്യക്തമായി തിരിച്ചറിഞ്ഞു. ഒരു പക്ഷേ ഇവിടെ ഭഗവാന്റെ ഒരു പ്രതികരണമൊക്കെ കാണുമ്പോൾ ഭഗവാനും ഒന്ന് സംശയിച്ചിരുന്നുവോ, ഇവരൊക്കെ വെന്തു മരിച്ചുവോ എന്ന് സംശയിച്ചുവോ എന്ന് തോന്നും. പക്ഷെ പറയാൻ പറ്റില്ല. സർവജ്ഞനാണ് ഭഗവാൻ. ഭഗവാൻ അറിയാത്തതായിട്ടൊന്നുമില്ല. എങ്കിലും ഭഗവാൻ ആ രീതിയിലാണ് ഇവിടെ പ്രതികരിക്കുന്നത്. തൊട്ടടുത്തുള്ള ജ്യേഷ്ഠനായ ബലരാമനോട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു: ജ്യേഷ്ഠ,
രഹസ്യമായിട്ട് പറയുകയാണ്, ജ്യേഷ്ഠ നോക്കൂ, അവിടെ കാണുന്നത് പാർത്ഥനല്ലേ, ദാ അർജുനനല്ലേ അത്, ഭീമനല്ലേ അത്, യുധിഷ്ഠിരനല്ലേ അത് എന്നിങ്ങനെ ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ബലരാമനും സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ജ്യേഷ്ഠനോട് കണ്ണുകൊണ്ട് കാണിച്ചു, ശരിയാണ് ശരിയാണ്, എന്തായാലും ഭാഗ്യം, അവരാരും വെന്തു മരിച്ചില്ലല്ലോ. കാരണം ഈ ഭഗവാന്റെ അച്ഛൻ്റെ സഹോദരിയാണ് കുന്തി. അപ്പോൾ ആ ഒരു ബന്ധവും കൂടിയുണ്ട്. അങ്ങനെ പാണ്ഡവരാരും മരിച്ചില്ല എന്നൊരു ആശ്വാസമാണ് ഭഗവാൻ അവിടെ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ എന്തായാലും ഈ സമയത്ത് ദേവന്മാരും ആകാശത്ത് ദുന്ദുഭിനാദമൊക്കെ മുഴക്കി അവിടെ അണിനിരന്നു എന്ന് പറയുന്നു. എന്നാൽ അവരെ ഭഗവാൻ മാത്രമാണ് കാണുന്നത്. അപ്പോൾ അവരുടെ കൂടെ കാഴ്ചക്കാരനായിട്ട് ഭഗവാനും അവിടെ അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഭഗവാൻ എന്തിനാണോ ഭൂമിയിൽ അവതരിച്ചത്, ഭഗവാൻ കൃഷ്ണന്റെ അവതാരം തന്നെ ധർമ്മസംസ്ഥാപനാർത്ഥമാണ് എന്ന് ഭഗവാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ ഒരു വെടിക്കെട്ടായിരുന്നു മഹാഭാരത യുദ്ധം. ആ വെടിക്കെട്ടിന് തീ കൊളുത്തിയത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപവും മറ്റുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവൾ ഈ ക്ഷത്രവംശം മുടിക്കുവാൻ പിറന്നവളാണ് എന്ന്. അതുപോലെ തന്നെ നോക്കൂ, കൃഷ്ണയുടെ സ്വയംവര പന്തലിലാണ് മഹാഭാരതത്തിൽ ആദ്യമായിട്ട് ഭഗവാൻ രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പരസ്പരം ബന്ധമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ എന്തായാലും മത്സര പരീക്ഷ ആരംഭിച്ചു. എല്ലാവരും കൃഷ്ണ എനിക്ക് സ്വന്തം എനിക്ക് സ്വന്തം എന്ന ഭാവത്തിൽ ആവേശത്തോടുകൂടെ അങ്ങ് ചാടി ഇറങ്ങി ആ മണ്ഡപത്തിൽ വന്ന് വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാവരും മുട്ടുകുത്തി താഴെ വീണു. പലരും തപ്പിപ്പിടഞ്ഞൊക്കെ എഴുന്നേറ്റ് നാണിച്ച് തലതാഴ്ത്തിയൊക്കെയാണ് അവിടെ നിന്ന് സ്ഥലം വിട്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദുര്യോധനനും കൗരവരും എല്ലാവരും ഈ ഒരു വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിച്ചു. എല്ലാവരും തോറ്റുമടങ്ങി. എന്നാൽ ആ സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കർണൻ രംഗപ്രവേശം ചെയ്തു. അനായാസമായിട്ട് കർണൻ ആ വില്ലെടുത്ത് കുലച്ചു. 5 അസ്ത്രങ്ങളെടുത്ത് ആ ലക്ഷ്യം ഭേദിക്കാൻ നിൽക്കവേ ദ്രൗപദി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സൂതനെ ഞാൻ വരിക്കുകയില്ല. ഇത് കേട്ടു വീണ്ടും കർണൻ ലജ്ജിച്ച് തല താഴ്ത്തി. ആ സമയത്ത് അവിടെ പറയുന്നു, കർണൻ സൂര്യനെ ദയനീയമായി ഒന്ന് നോക്കി എന്നാണ്. കർണന് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടാണോ എന്താണെന്നറിയില്ല, അങ്ങനെയാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഒന്നുകൂടെ കർണൻ നാണം കെട്ടു. അങ്ങനെ കർണൻ പിന്മാറി. അതിനുശേഷമാണ് അന്നത്തെ കാലത്തെ പേരുകേട്ട രാജാക്കന്മാരായ ശിശുപാലൻ വന്നു, ജരാസന്ധൻ വന്നു. ഇവർ രണ്ടുപേരും വീരപരാക്രമത്തോട് ഒക്കെയാണ് വന്നതുപോലെ തിരിച്ചുപോയി. അവർ രണ്ടുപേരും മുട്ടുകുത്തി താഴെ വീണു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവരാരും തന്നെ പിന്നെ അവിടെ നിന്നില്ല. നാണം കെട്ട് ഇനി ആ വിവാഹത്തിന്റെ ആഘോഷങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല എന്ന് കണ്ട് പലരും തിരിച്ചുപോയി. അങ്ങനെ ഇരിക്കെ ആ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മതയാനയെപ്പോലെ അർജുനൻ മുന്നോട്ട് വന്നു. അർജുനൻ മുന്നോട്ട് വന്നപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ തന്നെ 2 പക്ഷമുണ്ടായി. ചില ആളുകൾ ഹാ ഹാ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിലും ഒരു വീരനോ എന്ന രീതിയിൽ അഭിനന്ദിച്ചു. എന്നാൽ മറ്റൊരു കൂട്ടം ബ്രാഹ്മണർ പറഞ്ഞു, ഇവനിതെന്ത് ഭാവിച്ചാണ് ഞങ്ങൾക്ക് പേരുദോഷം വരുത്തിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ചില ബ്രാഹ്മണർ അപ്പോഴേ തല താഴ്ത്തി. കാരണം വീരശൂരപരാക്രമികളായ ക്ഷത്രിയന്മാർക്ക് സാധിക്കാത്തതാണോ ഈ ബ്രാഹ്മണൻ പോയി ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ അവരൊക്കെ, അതായത് കുറച്ചുപേർ ഹാഹാരവം മുഴക്കി, കുറച്ച് ബ്രാഹ്മണർ തല താഴ്ത്തി നിന്നു. അങ്ങനെ അർജുനൻ ആ വില്ലിന്റെ അടുത്തെത്തി ആദ്യം ഒന്ന് വലം വെച്ചു. എന്നിട്ട് മഹാദേവനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചു. അത് കഴിഞ്ഞു പറയുന്നു, കൃഷ്ണനെ മനസ്സിലോർത്ത് ആ വില്ലെടുത്ത് കുലച്ചു. 5 ബാണങ്ങളും അരനിമിഷം കൊണ്ട് തൊടുത്തു. ആ ലക്ഷ്യം ഭേദിച്ചു. ആ ലക്ഷ്യം താഴെ വീണു. പിന്നെ അവിടെ ഒരു ആഹ്ലാദ ആരവമായിരുന്നു. എല്ലാവരും അലറി ഉറക്കെ സന്തോഷാധിക്യം കൊണ്ട് അങ്ങനെ തുള്ളിച്ചാടുകയാണ്. പ്രത്യേകിച്ച് ബ്രാഹ്മണർ
കാരണം അവരുടെ ഇടയിൽ നിന്നാണ് ഒരു സിംഹത്തെ പോലെ അർജുനൻ ആ ലക്ഷ്യം ഭേദിച്ചിരിക്കുന്നത്. എത്രയോ ക്ഷത്രിയന്മാർ പരാജയപ്പെട്ടിടത്ത് ഇതാ ഒരു ബ്രാഹ്മണൻ ജയിച്ചിരിക്കുന്നു എന്നാണ് എല്ലാവരും ആർത്തു വിളിച്ചത്. ഇതേസമയം ദ്രുപദന് രണ്ടു മനസ്സാണ്. അർജുനനെയാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ഒരു ബ്രാഹ്മണനാണ് വന്നത്. എന്നാലും പ്രശ്നമില്ല, കാരണം പറഞ്ഞതാണല്ലോ, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. അങ്ങനെ ദ്രുപദനും സമ്മതിച്ചു. തൻ്റെ മകളെ ആ യുവാവിന്, ബ്രാഹ്മണ യുവാവിന് കൈപിടിച്ചു കൊടുത്തു. എന്നാൽ ഇത് അവിടെ കൂടിയ പല ക്ഷത്രിയന്മാർക്കും രാജാക്കന്മാർക്കും ഇഷ്ടപ്പെട്ടില്ല. അവർ വിചാരിച്ചത് ദ്രുപദൻ ഇത് മുൻകൂട്ടി തീരുമാനിച്ചതാണ് എന്നാണ്. അവരൊക്കെ ആക്രോശിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്ത് ഭാവിച്ചാണ് ഈ ബ്രാഹ്മണന് മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്? ഇതായിരുന്നു നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി അപമാനിച്ചത് എന്തിനാണ്? ഇവനെ വെറുതെ വിട്ടുകൂടാ. ആ ദ്രുപദനെ കൊല്ലണം, ഒപ്പം ആ ധൃഷ്ടദ്യുമ്നനെയും കൊല്ലണം, കൃഷ്ണയെ അഗ്നിയിൽ ചുട്ടരിക്കണം. ഇങ്ങനെയൊക്കെ അവർ ആക്രോശിക്കാൻ തുടങ്ങി. ഇതാണ് ക്ഷത്രിയന്മാരുടെ ഒരു സ്വഭാവം. ഇങ്ങനെയുള്ള ക്ഷത്രിയന്മാരെ മുടിക്കാനാണ് ഭഗവാൻ അവതരിച്ചത്. അവിടെ പറയുകയാണ് കൃഷ്ണയെ തീയിലിട്ട് ചുടണം എന്ന്. കൃഷ്ണ എന്ത് തെറ്റ് ചെയ്തു? അങ്ങനെ അവർ ആക്രോശിച്ച് ദ്രുപദ രാജാവിനെ ആക്രമിക്കാനായിട്ട് ചെന്നപ്പോഴേക്കും അർജുനൻ ചാടിയിറങ്ങി, ഒപ്പം ഭീമനും രംഗത്തേക്കിറങ്ങി. ഇത് കണ്ടപ്പോൾ ഭഗവാൻ ആവേശമായി. ഭഗവാൻ ബലരാമനോട് പറഞ്ഞു, നോക്കൂ ജ്യേഷ്ഠ, ഞാൻ കൃഷ്ണനാണെങ്കിൽ തീർച്ചയായും അത് അർജുനൻ തന്നെയാണ്. അങ്ങനെ അവിടെ അതിഭയങ്കരമായ ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിനൊടുവിൽ എല്ലാവരും പരാജയപ്പെട്ടു. ഇതിനിടയിൽ കർണൻ വന്ന് യുദ്ധത്തിനൊരുങ്ങുന്നുണ്ട്. എന്നാൽ കർണന് പോലും ഇത് അർജുനനാണ് എന്ന് മനസ്സിലായില്ല. അങ്ങനെ കർണൻ ആദ്യമൊക്കെ പൊരുതി നോക്കി. എന്നിട്ട് കർണൻ പോലും പറയുന്നുണ്ട്, നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, കാരണം എന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്തിൽ തന്നെ ഒരാളേ ഉള്ളൂ, അത് അർജുനനാണ്. എന്നാൽ പിന്നീട് കർണൻ പിൻവാങ്ങുന്നു. കാരണം ഇത് ബ്രാഹ്മണനാണ് എന്ന് അറിയാവുന്നതുകൊണ്ട്, മനസ്സിലായതുകൊണ്ട്. കാരണം ബ്രഹ്മതേജസ്സും ഒപ്പം ആയുധവിദ്യയും രണ്ടും കൂടെ ചേർന്നാൽ ഒരു ക്ഷത്രിയന് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ കർണൻ പിന്നീട് യുദ്ധത്തിന് നിന്നില്ല, പിന്തിരിഞ്ഞു. അങ്ങനെ ഭീമൻ ഒരു വൻ മരമൊക്കെ എടുത്തിട്ടാണ് എല്ലാവരെയും ഓടിച്ചു വിട്ടത്. അങ്ങനെ ആദ്യത്തെ ഒരു ബഹളമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നീട് മനസ്സിലായി ഇവരോട് എതിർത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ എല്ലാവരും പിരിഞ്ഞുപോയി. അങ്ങനെ കൃഷ്ണ അർജുനന് സ്വന്തമായി. അങ്ങനെ അവരവിടെ നിന്ന് തങ്ങളുടെ വീട്ടിലേക്ക്, ആ കുലാലന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അതേസമയം സന്ധ്യയായിട്ടും മക്കളെ കാണാതെ കുന്തി ആകെ വിഷമിക്കുകയായിരുന്നു. എവിടെ പോയോ ആവോ? സ്വയംവരത്തിനാണ് പോയത്. അവിടെ വെച്ച് കൗരവർ തൻ്റെ മക്കളെ തിരിച്ചറിഞ്ഞിരിക്കുമോ, തൻ്റെ മക്കളെ വകവരുത്തി കാണുമോ എന്നൊക്കെ ആശങ്കപ്പെട്ട് അകത്തിരിക്കുന്ന കുന്തിയോട് പുറത്തുനിന്ന് സന്തോഷത്തോടെ വരുന്ന യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഇന്നത്തെ ഭിക്ഷ ഞങ്ങളിതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് കേട്ടതും സാധാരണ അകത്തേക്ക് വന്ന് കുന്തിയാണ് എല്ലാം ഭാഗിച്ചു കൊടുക്കുന്നത്. പക്ഷേ അന്നെന്തോ കുന്തിയുടെ വായിൽ നിന്ന് വീണത്, മക്കളെ, നിങ്ങളെല്ലാവരും ഒരുപോലെ അത് അനുഭവിച്ചുകൊള്ളൂ എന്നാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് കുന്തി വരുന്നത്. അപ്പോഴാണ് അതിസുന്ദരിയായ പാഞ്ചാലി അവരുടെ കൂടെ നിൽക്കുന്നത് കണ്ടത്. ഈ പാഞ്ചാലിയെ കുറിച്ചാണ് തൻ്റെ മകൻ ഭിക്ഷയായി കിട്ടി എന്ന് പറഞ്ഞത് എന്ന് കുന്തിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കുന്തിക്കാകെ വിഷമമായി. കാരണം അന്നൊക്കെ ആളുകൾ വാക്കിന് വില കൽപ്പിക്കുന്നവരായിരുന്നു. അതറിയാതെ പറഞ്ഞു പോയതാണെങ്കിലും താൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, അപ്പോൾ ഇതിന് സത്യവിരോധം വരാതെ എങ്ങനെ ഇതിനെ ആചരിക്കും എന്ന് യുധിഷ്ഠിരനോട് തന്നെ ചോദിച്ചു. കാരണം യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനാണ്, ധർമ്മശാസ്ത്രം അറിയുന്നവനാണ്. അതുകൊണ്ട് കുന്തി ചോദിച്ചു, മകനെ, ധർമ്മത്തിന് ഒരു ഇടിവ് പറ്റാതെ എങ്ങനെ നമുക്കിതിനെ പരിഹരിക്കാം? എൻ്റെ ഈ വാക്കിനെ എങ്ങനെ സത്യമാക്കി തീർക്കാം? സത്യത്തിൽ അമ്മയുടെ വാക്ക് കേട്ട് 5 പേർക്കും ദ്രൗപദിയോട് ഇഷ്ടം തോന്നി എന്നാണ് അവിടെ പറയുന്നത്. എങ്കിലും ധർമ്മപുത്രർ പറഞ്ഞു,
വിധിപ്രകാരം കൃഷ്ണയെ ആദ്യം വിവാഹം ചെയ്യേണ്ടത് അർജുനനാണ്. അതുകൊണ്ട് അർജുനനോട് വിധിപ്രകാരം അവളെ പാണിഗ്രഹണം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ അർജുനൻ പറഞ്ഞു, അത് ശരിയല്ല, മറ്റൊരു മാർഗം അങ്ങ് പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ വ്യാസഭഗവാന്റെ വാക്കുകളെ ഓർമ്മിച്ചു. നിങ്ങൾ 5 പേർക്കും ഇവൾ ഭാര്യയായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ യുധിഷ്ഠിരൻ പറഞ്ഞു, പാഞ്ചാലി നമുക്ക് 5 പേർക്കും ഭാര്യയായിരിക്കട്ടെ. അതേസമയം ഇവർ പാണ്ഡവരാണ് എന്ന് ഉറപ്പിച്ചതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണൻ ജ്യേഷ്ഠനായ ബലരാമനോടൊന്നിച്ച് അവരെ കാണാനായിട്ട് അവരുടെ പുറകെ രഹസ്യമായി വരികയായിരുന്നു. അങ്ങനെ ആ കുലാല ഗൃഹത്തിലാണ് അവർ താമസം എന്ന് മനസ്സിലാക്കി ഭഗവാൻ അങ്ങോട്ടേക്ക് ചെന്നു. ഭഗവാനെ കണ്ടപ്പോൾ പാണ്ഡവർക്കും കുന്തിക്കും വളരെ സന്തോഷമായി. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നു, കൃഷ്ണ, അങ്ങ് എങ്ങനെയാണ് ഞങ്ങളെ തിരിച്ചറിഞ്ഞത്? മറ്റാർക്കും ഞങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഭഗവാൻ പറയും, അഗ്നിയെ എത്ര കാലം മൂടിവെക്കാൻ സാധിക്കും? എന്തായാലും ഭാഗ്യം, ഞങ്ങൾക്കേ നിങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ. നിങ്ങൾ വിഷമിക്കേണ്ട, അധികം വൈകാതെ അഗ്നി ആളിക്കത്തുന്നത് പോലെ നിങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും. അങ്ങനെ അവരെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അവിടെ നിന്ന് പോയി. കാരണം ഈ ഒരു സമാഗമം ആരും അറിയാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ ശിബിരത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് പോയി. മഹാഭാരതം